നമസ്കാരം. കർക്കിടക വാവിന് ബലി ഇടേണ്ടവരും ഇടേണ്ടാത്തവരും ആരൊക്കെയെന്ന് നോക്കാം. പ്രധാനമായും മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുന്നതിനും മോക്ഷം നേടുന്നതിനും വേണ്ടിയാണ് ബലിതർപ്പണം നടത്തുന്നത്. ഈ ബലിതർപ്പണം നടത്തേണ്ടത് പ്രധാനമായും കുടുംബത്തിലെ പുരുഷന്മാരാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളും ബലിയിടാറുണ്ട്. ഒരു പൂജാരിയുടെ സഹായത്തോടെ വേണം ബലിതർപ്പണം ചെയ്യേണ്ടത്. കുടുംബത്തിലെ എല്ലാ പിതൃക്കൾക്കും വേണ്ടിയാണ് ബലിയിടുന്നത്. കർക്കിടക വാവിന് ബലിയിടുന്നതിലൂടെ പിതൃക്കളുടെ ശാപം ഒഴിവാകുമെന്നും കുടുംബത്തിന് അനുഗ്രഹം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കർക്കിടക വാവിന് ബലിയിടുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക നിഷ്ഠകളും വിശ്വാസങ്ങളും ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആളുകൾ ബലിയിടാറില്ല. ഒരു വർഷം തികയാത്ത മരണങ്ങൾ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മറ്റുള്ളവർ സാധാരണയായി കർക്കിടക വാവിൽ ബലിയിടാറില്ല. ആണ്ട് പൂർത്തിയാകാതെ, അതായത് മരണാന്തര ചടങ്ങുകൾ പൂർത്തിയാകാതെ വാവുബലി നടത്താറില്ല എന്നാണ് വിശ്വാസം. ആർത്തവമുള്ള സ്ത്രീകൾ ബലിതർപ്പണം നടത്താറില്ല. കഠിനമായ അസുഖങ്ങളോ മറ്റ് അശുദ്ധികളോ ഉള്ളവർ ബലിതർപ്പണം നടത്താറില്ല. കർക്കിടക വാവ് ബലിയിടുന്നതിന് തലേ ദിവസം ഒരിക്കൽ വ്രതം എടുക്കേണ്ടതാണ്. ബലിയിടുന്ന ദിവസം അതിരാവിലെ കുളിച്ച് ഈറനോടെ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് വേണം ബലികർമ്മങ്ങൾ ചെയ്യാൻ. ബലിതർപ്പണത്തിന് ശേഷം നദിയിൽ 3 തവണ മുങ്ങി ദേഹശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം നടത്താവൂ.